ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് നോക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വെൻ ഇൻവെസ്റ്റേഴ്സ് ഗിവ് മണി ടു എ കമ്പനി ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓണർഷിപ്പ് ഓർ ഷെയർസ്, ഇറ്റ് ഈസ് കോൾഡ് പ്രൈവറ്റ് ഇക്വിറ്റി. ഏതെങ്കിലും ഒരു കമ്പനിക്ക് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അവരുടെ കയ്യിലുള്ള പൈസ ആ കമ്പനിക്ക് കൊടുക്കുകയും അതുവഴി കമ്പനിയുടെ ഷെയർസ് അതിലൊരു ഓഹരി ഇവർക്ക് കൂടി അവകാശപ്പെട്ടതുമാവുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൽ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these investors usually provide funding to business that are not listed on the stock market. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തരത്തിൽ ഇവർ പണം കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഷെയർസ് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ബിസിനസ്സുകളായിരിക്കും. ദെയർ ഗോൾ ഈസ് ടു ഹെൽപ്പ് ദ കമ്പനി ഗ്രോ. അവരുടെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് അവർ പൈസ കൊടുക്കുന്നത്? ആ കമ്പനിയുടെ വളർച്ച തന്നെയാണ് അവരുടെയും ആവശ്യം. എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. ആൻഡ് മേക്ക് മണി മോർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നല്ല രീതിയിൽ അത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. അതിനുശേഷം ഈ ഇൻവെസ്റ്റേഴ്സ് അവരെന്ത് ചെയ്യും, ഈ ഷെയർസ് അവർക്ക് കിട്ടിയ ഈ ഷെയറിനെ നല്ല ലാഭത്തിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. കമ്പനിക്ക് വളർച്ച ആവശ്യമാവുന്ന പക്ഷം വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ലാതിരിക്കുമ്പം ഇൻവെസ്റ്റേഴ്സ് ഇവർക്ക് ഫണ്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഓണർഷിപ്പിൽ അവർക്കൊരു ഓഹരി ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ പ്രത്യേകത എടുത്തു പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്തവയാണ്. അങ്ങനെ വരുന്ന സമയത്ത് കമ്പനി മെല്ലെ വളർച്ച പ്രാപിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഷെയർ വിറ്റൊഴിച്ച് ഒരു പ്രോഫിറ്റ് അവിടെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ. നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ഇക്വിറ്റി ഈസ് എ ഫോം ഓഫ് റിസ്ക് ക്യാപിറ്റൽ ദാറ്റ് ഈസ് പ്രൊവൈഡ് ഔട്ട്സൈഡ് ദ പബ്ലിക് മാർക്കറ്റ്. പബ്ലിക് മാർക്കറ്റിന് പുറത്ത് സാധാരണ കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഷെയർ എല്ലാം ലിസ്റ്റ് ചെയ്യപ്പെടണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യണമെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാറ്. ഇത് അത്തരത്തിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ദാറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഓൺ ദ പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പൊതുവായിട്ടുള്ള പബ്ലിക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികളുടെ ഇക്വിറ്റീനെയാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡീൽസ് ഇൻവോൾവ് ഇൻവെസ്റ്റിംഗ് ഇൻ പ്രൈവറ്റ് കമ്പനീസ്. പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക്